നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി സെറ്റപ്പ് നോക്കാം. ഒരു ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്. നിഫ്റ്റി 25,500 താഴത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് എന്താണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ഏരിയ. കഴിഞ്ഞ ദിവസത്തിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാർക്കറ്റിന്റെ ഒരു മൊമെന്റത്തിനെ കുറിച്ചാണ്. കുറച്ച് ദിവസം ആയിട്ട് മാർക്കറ്റിൽ ഒട്ടും മൊമെന്റ് ഇല്ലാത്തൊരു മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ നൽകിയിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നൽകുന്നതായാലും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. കാരണം റൈറ്റ് സ്ഥലത്ത് നിന്ന് എൻട്രി എടുക്കാം. റൈറ്റ് സ്ഥലത്ത് നിന്ന് എൻട്രി എടുത്താൽ മാത്രമാണ് മാർക്കറ്റിൽ ആ ഒരു മൊമെന്റം കിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ഒരു മൊമെന്റം കിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല, മുൻപത്തെ ദിവസത്തിലും മുതൽ സൂചിപ്പിക്കുന്നതാണ് 25,600 612 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ഈ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 25,575 ബ്രേക്ക് ചെയ്താൽ കുറച്ചും കൂടി ഒരു കൺഫേം ആയി. 25,575 താഴെ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം കിട്ടുമെന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡ അപ്ഡേറ്റിലും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ലെവലിലല്ല എക്സാക്റ്റ് ആ ഒരു എൻട്രി വന്നിരുന്നത്, ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു എൻട്രി വന്നിരുന്നത്. പക്ഷെ 612 അടുത്ത് പോയിട്ട് എക്സാക്റ്റ് ആയിട്ട് റിവേഴ്സ് ആയപ്പോൾ അത് റൈറ്റ് മാർക്കറ്റിന്റെ ഒരു മൊമെന്റ് ആയിട്ട് മാറി. അപ്പോൾ എക്സാക്റ്റ് എൻട്രി സ്ഥലം ഇതായിരുന്നു. ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഇനി വരുന്നത് ഇതൊക്കെ ഒരു മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഒരു ആക്യുറസി നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് റൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. നമ്മൾ റൈറ്റ് സപ്പോർട്ട് പറഞ്ഞത് 25,444 റൈറ്റ് സപ്പോർട്ട്. പക്ഷെ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ആ ഒരു ഏരിയയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, 25,453 റൈറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ നമ്മളത് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ തന്നെ ഡെയിലി ഗ്രാഫ് ഇട്ട് കാണിച്ചു തന്നിരുന്നു. എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഒരു മൊമെന്റം എങ്ങനെയാണ് സംഭവിക്കാമെന്ന് സൂചിപ്പിച്ചായിരുന്നു. മാർക്കറ്റിലെ നിഫ്റ്റിയിലെ ആ ഒരു സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ്, ആ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൂവ്മെന്റിന് ശേഷം 1-2 ദിവസം നിഫ്റ്റി ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം സപ്പോർട്ട് ഒരു താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു ഫാള് മാർക്കറ്റിൽ വരും. മാർക്കറ്റിലെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അപ്പോഴാണ് മാർക്കറ്റിൽ ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള എൻട്രി ആയാലും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എൻട്രി കിട്ടിയ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണിത്. പക്ഷേ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഏതിന്റെ മുകളിൽ നിലനിർത്തിയാലാണ് നിഫ്റ്റിയുടെ ആ ഒരു കറണ്ട് ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന്റെ സെന്റിമെന്റ് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ 25,200 മുകളിൽ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നിഫ്റ്റി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ വീണ്ടും വീക്ക്നെസ് ആവും. അതുകൊണ്ട് തന്നെ 24,200 അടുത്ത് നിന്ന് ബൗൺസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും മാർക്കറ്റ് കാണുന്നത്. കാരണം ഇതാണ് റൈറ്റ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു എൻട്രി എപ്പോഴും വരുന്നത് റൈറ്റ് സ്റ്റോപ്പ് ലോസിന്റെ അടുത്ത് നിന്നാണ്. ചെറിയ റിസ്കിലായിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റികൾ ഹണ്ടിങ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്നായിരിക്കും എപ്പോഴും നല്ലൊരു എൻട്രീസ് വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. റൈറ്റ് സപ്പോർട്ടിൽ നിന്നായിരിക്കണം ബൈർ ഓപ്പർച്യൂണിറ്റി വരുന്നത്. റെസിസ്റ്റൻസിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ പോലെ തന്നെ ഷോർട്ട്സിന് തന്നെ ഇമ്പോർട്ടൻറ്റ് നൽകുക. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും സപ്പോർട്ട് കാണുന്നത് 25,415 ആണ്. 25,415 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് തന്നെയാണ്. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് 24,415 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,450 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ചാൻസ് ഉണ്ട്. ബൈർ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 415 താഴെ നിലനിൽക്കുമ്പോൾ, അതേപോലെ 450 415 താഴെ നിലനിൽക്കുമ്പോൾ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിന് തന്നെയാണ് ചാൻസ് വരുന്നത്. പക്ഷെ ഇതിന്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, ഇതിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബൈക്ക് ചാൻസ് ഉണ്ട്. മാർക്കറ്റിന്റെ ഒരു മുകളിലേക്കുള്ള ഒരു മൊമെന്റത്തിന് സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസ് ഹയർ ലെവലിലേക്ക് പോകും തോറും ഇനി അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 25,560 അടുത്ത റെസിസ്റ്റൻസ്.
27,560. അതേപോലെ തന്നെ ഹയർ ലെവല് 27,610. അപ്പോൾ ഇത് രണ്ടും ഹയർ ലെവലിലെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക. ഇപ്പം നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 27,560 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനാണ് സാധ്യത. പക്ഷേ 610 സ്ട്രോങ് റെസിസ്റ്റൻസ് ഈ റേഞ്ചിന്റെ ഇടയിൽ നിന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത്, അതായത് 5 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ താഴത്തേക്കാണ് നിലനിൽക്കുന്നത്, അതിനനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. 560 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും വീക്ക്നെസ് ആണ്. അതേപോലെ തന്നെ നിഫ്റ്റിക്കായാലും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, നിഫ്റ്റിയിലായാലും ഈ ഒരു ലെവൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് കാണുന്നത് 300 അടുത്താണ് സപ്പോർട്ട് കാണുന്നത്. ഇൻ കേസ് 300 താഴത്തേക്ക് പോയാലും 320 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, 27,320 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ഇത് നല്ല സപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിൽ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ, മുകളിൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസ് 415, 450 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഏരിയ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ലോവർ ലെവലിൽ 265, 27,265. നിഫ്റ്റിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലോങ് ടേം വ്യൂവിൽ നിഫ്റ്റിക്ക് 27,200-നും 300-നും ഇടയിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ, സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് 27,265. അതേപോലെ തന്നെ 27,200. ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള 220 ആണ്. ഇൻ കേസ് 200-ന്റെ താഴത്തേക്ക് പോയാലും 220-ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. നമ്മൾ കുറച്ച് മുൻപ് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ഏരിയ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഏരിയ ആയിരിക്കും നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും ലോവർ ലെവല് ഇമ്പോർട്ടൻ്റ് ഏരിയ. പക്ഷേ ഏതെങ്കിലും സപ്പോർട്ട് റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ റേഞ്ചിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പർച്യൂണിറ്റി എപ്പോഴും താഴത്തേക്ക് വന്നതിന് ശേഷം നല്ല സപ്പോർട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അടുത്തുനിന്ന് റിവേഴ്സ് ആകുന്ന ഒരു സമയത്ത് അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. തിരിച്ചിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. 27,610 ഒരു മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് 27,668 റെസിസ്റ്റൻസ് വരുന്നത്. നിഫ്റ്റിയിലായാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്യുക. മാർക്കറ്റിന്റെ എക്സലന്റ് ആയിട്ടുള്ള മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ റിസ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്